നമസ്കാരം. ലൈവ് ന്യൂസിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഈ മണിക്കൂറിലെത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകളുടെ തത്സമയ വിവരങ്ങളുമായി നമ്മുടെ പ്രതിനിധികൾ ചേരുന്നുണ്ട്. വിശദമായ വാർത്തകളിലേക്ക് കടക്കുമ്പോൾ ആദ്യം പോകുന്നത് ബംഗാളിൽ നിന്നുള്ള വാർത്തയിലേക്കാണ്. സിലിഗുഡി സഫാരി പാർക്കിലെ സിംഹങ്ങളുടെ പേര് വിവാദത്തിൽ അതൃപ്തി പ്രകടിപ്പിച്ചിരിക്കുന്നു കൽക്കട്ട ഹൈക്കോടതി. സിംഹങ്ങൾക്ക് അക്ബർ, സീത എന്ന പേരുകളിട്ടത് ശരിയായില്ല എന്ന് ഹൈക്കോടതി വ്യക്തമാക്കി. പട്ടിക്കും പൂച്ചയ്ക്കുമൊക്കെ ദൈവങ്ങളുടെ പേരാണോ ഇടുന്നതെന്ന് കോടതിയുടെ ചോദ്യം. പേരിട്ടത് ത്രിപുര സർക്കാരെന്നും മാറ്റാൻ തയ്യാറാണെന്നും ബംഗാൾ സർക്കാർ കോടതിയിൽ വിശദീകരിക്കുകയും ചെയ്തു. രാധാകൃഷ്ണൻ ചേരുന്നുണ്ട് ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായി. രാധാകൃഷ്ണൻ, ആർക്കെ ഇത് വലിയ വിവാദമായത് നമ്മൾ കണ്ടതാണ്. ഇതൊരു വിഭാഗത്തിൻ്റെ മതവികാരങ്ങളെ വ്രണപ്പെടുത്തുന്നു എന്ന രീതിയിലാണ് വിവാദം ഉയർന്നു വന്നത്. ആ രീതിയിൽ കോടതിയെ സമീപിച്ചപ്പോൾ ഇപ്പോൾ കോടതിയുടെ ഭാഗത്തു നിന്നും ആ രീതിയിൽ തന്നെ അനുകൂലമായ ഒരു പ്രതികരണമാണോ വന്നിട്ടുള്ളത്? സ്മിത, ഇതില് ഇന്നലെ കോടതിയുടെ ഭാഗത്ത് നിന്ന് ഈ വാദിഭാഗത്തിനോട് ഉള്ള ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു. അത് നമുക്ക് ജനിപ്പിച്ച ഒരു സന്ദേഹം, കോടതി നൽകിയ സന്ദേശങ്ങൾ അത് ഈ മൃഗങ്ങൾക്ക് പേരിടുന്നത് ഏതെങ്കിലും തെറ്റാന്ന വിധത്തിലായിരുന്നു. പക്ഷെ ഇന്ന് കോടതി മറുഭാഗത്തോടും വളരെ ശക്തമായിട്ടുള്ള ചോദ്യങ്ങളാണ് ചോദിച്ചിരിക്കുന്നത്. എന്തുകൊണ്ടാണ് ഇങ്ങനെ മനുഷ്യന്റെ പേര് മൃഗങ്ങൾക്ക് ഇടാനായിട്ട് തയ്യാറായത്? ഇതിന് പിന്നിൽ ഉള്ള ഉദ്ദേശ ലക്ഷ്യങ്ങൾ ഈ ഹർജിക്കാർ വിവരിച്ചതുപോലെ സംശയിക്കാവുന്ന സാഹചര്യമല്ലേ ഉള്ളത്? പട്ടിക്കും പൂച്ചയ്ക്കും അടക്കമുള്ള മൃഗങ്ങൾക്ക് മനുഷ്യന്റെ പേരിടേണ്ട ആവശ്യകതയുണ്ടോ? അതിന് ഈ വിധത്തിൽ വലിയ പബ്ലിസിറ്റി കൊടുക്കേണ്ട ആവശ്യകതയുണ്ടോ? അങ്ങനെ പബ്ലിസിറ്റി കൊടുത്തത് സമൂഹത്തിൽ വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുമെങ്കിൽ അത് തിരുത്തേണ്ടതല്ലേ എന്നതടക്കമുള്ള ചോദ്യങ്ങളാണ് ചോദിച്ചത്. രണ്ടു വിഭാഗത്തോടും അവരവരുടെ നിലപാടുകളെ സംബന്ധിച്ചിട്ടുള്ള വ്യക്തത എഴുതി നൽകണം എന്നതും ചോദ്യങ്ങളോടുള്ള മറുപടിയിൽ സത്യവാങ്മൂലം നൽകണമെന്നും കോടതി ആവശ്യപ്പെട്ടിട്ടുണ്ട്. മറ്റ് നടപടികളിലേക്ക് കടക്കുകയാണ് ഇതിന്റെ അടിസ്ഥാനത്തിൽ കോടതി. ശരി. ഹൈക്കോടതി ഈ പേരുകൾ അക്ബർ, സീത എന്ന പേരുകൾ ഇട്ടത് ശരിയായില്ല എന്ന് ഹൈക്കോടതിയുടെ നിരീക്ഷണം. പട്ടിക്കും പൂച്ചയ്ക്കുമൊക്കെ ദൈവങ്ങളുടെ പേരാണോ ഇടുന്നതെന്ന ചോദ്യവും കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായി. ഏതായാലും ബംഗാൾ സർക്കാരിൻ്റെ വാദം അത് ത്രിപുര സർക്കാരാണ് പേരിട്ടത്, വേണമെങ്കിൽ ആവശ്യമെങ്കിൽ പേര് മാറ്റാൻ തയ്യാറാണെന്നും അറിയിച്ചിട്ടുണ്ട്. രാധാകൃഷ്ണൻ വിവരങ്ങളുമായി ചേരുകയായിരുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് ഇനി പോകുന്നത്. മനുഷ്യർക്ക് ഭീഷണിയാകുന്ന ക്ഷുദ്രജീവികളെ വെടിവെച്ചു കൊല്ലാൻ സംസ്ഥാനങ്ങൾക്ക് അധികാരമുണ്ടെന്ന് കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രി ഭൂപേന്ദർ യാദവ്. അതിനാൽ തന്നെ വന്യജീവി നിയമത്തിൽ മാറ്റം വരുത്തേണ്ടതില്ല. വന്യജീവി ആക്രമണത്തിൽ കൊല്ലപ്പെടുന്നവരുടെ കുടുംബത്തിന് സഹായധനമായി കേന്ദ്ര സർക്കാർ 10 ലക്ഷം രൂപ നൽകുന്നുണ്ടെന്നും കേന്ദ്രമന്ത്രി വ്യക്തമാക്കി. Under the Wildlife Protection Act 1972, under Section 11, enough power have been vested with the chief wildlife warden of the state. So power is already there. The state government wants, their power is with them, with their chief wildlife, the power is there. And under that power, he can issue permission to trap, catch or kill a problematic animal. സുർജിത്ത് അയ്യപ്പത്ത് ചേരുന്നുണ്ട് വിവരങ്ങളുമായി. സുർജിത്ത്, കേന്ദ്രമന്ത്രിയുടെ ഈ ഒരു വിശദീകരണം അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഈ ഒരു പ്രതികരണം തീർച്ചയായിട്ടും ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നുണ്ട്. കാരണം പലപ്പോഴും ഈ കർഷകർ അവർക്ക് ജീവന് ഭീഷണിയാകുന്ന വന്യമൃഗങ്ങളെ വെടിവെച്ച് കൊല്ലുകയോ ഉപദ്രവിക്കുകയോ ചെയ്താൽ പിന്നീട് അത് വലിയ കേസായി മാറുന്നത് നമ്മൾ കാണാറുണ്ട്. കാരണം അത്തരത്തിലുള്ള കർശനമായ നിയന്ത്രണങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ഇപ്പോൾ മന്ത്രി പറയുമ്പോൾ ജീവന് ഭീഷണിയായാൽ വെടിവെച്ച് കൊല്ലാനുള്ള നിയമമുണ്ട് എന്നാണോ അദ്ദേഹം പറയുന്നത്? സ്മിത, ഇത്തരത്തിൽ വെടിവെച്ച് കൊല്ലാനുള്ള ഉത്തരവിറക്കാൻ ചീഫ് വൈൽഡ് ലൈഫ് വാർഡന് അധികാരമുണ്ട്. അതായത് സംസ്ഥാനത്തിന് അധികാരമുണ്ട് എന്നുള്ളത് കൃത്യമായി പറയുകയാണ്. 1972 വന നിയമത്തിൽ ഇതുമായി ബന്ധപ്പെട്ട ക്ലോസ് ഉണ്ട് എന്ന് തന്നെ അദ്ദേഹം വാദിക്കുന്നുണ്ട് മന്ത്രി. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് വലിയ തരത്തിലുള്ള ചർച്ചകൾ ഉയരുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. പല ഘട്ടങ്ങളിലും ഏറ്റവും വലിയ പ്രതിസന്ധി ഈ കാര്യത്തിൽ, അതായത് ഈ കോൺഫ്ലിക്റ്റ് ആനിമൽസിനെ വെടിവെച്ച് കൊല്ലുന്ന കാര്യത്തിൽ സംസ്ഥാനം വലിയ രീതിയിലുള്ള പ്രതിസന്ധി നേരിടുന്നത്. അത് കേന്ദ്ര നിയമങ്ങളാണ് ഇതിന് തടസ്സം എന്നുള്ളതാണ് സംസ്ഥാന വനമന്ത്രി ഉൾപ്പെടെയുള്ളവർ വാദിച്ചിരുന്നത്. പക്ഷേ അതിനെ ഖണ്ഡിക്കുന്ന തരത്തിലുള്ള ഒരു പ്രതികരണമാണ് കേന്ദ്ര വനമന്ത്രിയുടെ ഭാഗത്തുനിന്നുള്ളത്. സംസ്ഥാനത്തിന് ഇതുമായി ബന്ധപ്പെട്ട അധികാരമുണ്ട്, ഈ അധികാരം സംസ്ഥാനത്തിന് പ്രയോഗിക്കാൻ കഴിയും എന്ന് തന്നെയാണ് മന്ത്രി പറയുന്നത്. മാത്രമല്ല, ഈ കടുവ ഉൾപ്പെടെയുള്ള വന്യജീവികളുടെ കാര്യത്തിൽ ഇതെങ്ങനെ പ്രാവർത്തികമാകുമെന്ന് ചോദ്യം ഉന്നയിച്ചപ്പോൾ അതുമായി ബന്ധപ്പെട്ട അത് കേന്ദ്രത്തെ ഒരു ടെലിഫോൺ കോളിലൂടെ അറിയിച്ചാൽ മതി എന്നുള്ളതാണ്
വനം വകുപ്പ് ഡയറക്ടർ തന്നെ, അത് കേന്ദ്ര വനം വകുപ്പ് ഡയറക്ടർ തന്നെ ഇക്കാര്യത്തിലൊരു സ്ഥിരീകരണം വരുത്തിയിരിക്കുന്നത്. എന്തായാലും മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം അദ്ദേഹം ഉന്നയിച്ചത്, കേന്ദ്ര സർക്കാരാണ് ഇതുമായി ബന്ധപ്പെട്ട്, അതായത് ഈ വന്യജീവികൾ ആക്രമിച്ചത് വഴി കൊല്ലപ്പെടുന്ന മനുഷ്യരുടെ കുടുംബങ്ങൾക്ക് വേണ്ട സഹായം നൽകുന്നത്, ധനസഹായമായി 10 ലക്ഷം രൂപ നൽകുന്നത് കേന്ദ്ര സർക്കാരാണ് എന്നാണ് വനമന്ത്രി പറഞ്ഞിരിക്കുന്നത്. എങ്കിൽ ആ 10 ലക്ഷം വയനാട്ടിലെ ഒരാൾക്ക് പോലും, ഇങ്ങനെ ഇത്തരത്തിൽ മരിച്ച ഒരാളുടെ കുടുംബത്തിന് പോലും കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് പ്രതിപക്ഷ MLA-മാരായിട്ടുള്ള IC ബാലകൃഷ്ണനും T സിദ്ദിഖും ഉന്നയിക്കുന്ന വാദം. ഇത് സംസ്ഥാന സർക്കാരാണ് നൽകുന്നതെന്ന് സംസ്ഥാന സർക്കാർ അവകാശപ്പെടുന്നു. എങ്കിൽ കേന്ദ്ര സർക്കാർ നൽകുന്ന ഈ 10 ലക്ഷം ഏത് കാര്യത്തിന് ചെലവഴിക്കുന്നു എന്ന ചോദ്യം കൂടി ഈ MLA-മാർ ഉന്നയിക്കുന്നുണ്ട്. ഇക്കാര്യത്തിൽ വ്യക്തത വരുത്തേണ്ടതുണ്ട് എന്നുള്ളതാണ് MLA-മാർ പറയുന്നത്. വലിയ രീതിയിലുള്ള പ്രഖ്യാപനങ്ങളൊന്നും ഉണ്ടായില്ല. വയനാട് വലിയ പ്രതീക്ഷയാണ് കേന്ദ്ര വനമന്ത്രിയുടെ സന്ദർശനവുമായി ബന്ധപ്പെട്ട് വച്ചു പുലർത്തിയിരുന്നത്. പക്ഷേ വലിയ രീതിയിലുള്ള പ്രഖ്യാപനങ്ങൾ ഒന്നും തന്നെ ഈ വനമന്ത്രിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായില്ല. അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ ചിലത് കേരള, തമിഴ്നാട്, കർണാടക വനം വകുപ്പുകൾ തമ്മിലുള്ള ഏകോപനം ഉറപ്പാക്കാനും ഒപ്പം തന്നെ ഈ ആനത്താരകൾ വീണ്ടെടുക്കുന്നതിനും വേണ്ടി കോയമ്പത്തൂരിലെ സലീം അലി ഇൻസ്റ്റിറ്റ്യൂട്ടിനെ ചുമതലപ്പെടുത്തും എന്നുള്ള കാര്യം മാത്രമാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. മാത്രമല്ല 15 കോടിയിലധികം രൂപ സംസ്ഥാന സർക്കാരിന് നൽകിയിട്ടുണ്ട് നേരത്തെ എന്നുള്ള കാര്യം കൂടി അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. ഇതൊഴിച്ചാൽ മറ്റൊരു വലിയ രീതിയിലുള്ള പ്രഖ്യാപനങ്ങളൊന്നും തന്നെ നടന്നിട്ടില്ല എന്നുള്ളതാണ് വ്യക്തമാവുന്നത്. എന്തായാലും മന്ത്രിക്കെതിരെ പ്രതിഷേധം ഉയർന്നിരുന്നു. KSU പ്രവർത്തകർ കരിങ്കൊടി കാണിക്കാൻ ശ്രമിച്ചു. അവരെ അറസ്റ്റ് ചെയ്ത് നീക്കുന്ന സമീപനമാണ് പോലീസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ളത്. അതോടൊപ്പം ഇന്ന് കാത്തലിക് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ മാനന്തവാടി അതിരൂപതയ്ക്ക് കീഴിലുള്ള വിശ്വാസികൾ ഈ വന്യജീവി വിഷയം ഉയർത്തിക്കൊണ്ടുള്ള പ്രതിഷേധ പരിപാടി സംഘടിപ്പിക്കുന്നുണ്ട്. ഇന്ന് രാവിലെ മുതൽ തന്നെ കളക്ട്രേറ്റ് പടിക്കൽ ഉപവാസം നടത്തുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട ഒരു റാലി അല്പസമയത്തിനകം തന്നെ കൽപ്പറ്റയിൽ നിന്ന് ആരംഭിക്കും. തുടർന്ന് നടക്കുന്ന പൊതുസമ്മേളനം മാർ ജോസഫ് പാംപ്ലാനിയാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. എന്തായാലും ഈ വിഷയത്തിൽ മന്ത്രിയുടെ സന്ദർശനത്തിൽ വലിയ അളവിലുള്ള ഒരു ആശാവഹമായ കാര്യങ്ങൾ, അത്തരത്തിൽ പ്രഖ്യാപനം ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് പൊതു വിലയിരുത്തൽ. സുർജിത്ത് അയ്യപ്പത്താണ് വിവരങ്ങളുമായി ചേർന്നത്. ഏതായാലും നിയമത്തെ പഴിക്കേണ്ട എന്നാണ് ഇപ്പോൾ കേന്ദ്ര വനം മന്ത്രി വ്യക്തമാക്കിയിട്ടുള്ള കാര്യം. ജീവന് ഭീഷണിയാകുന്ന വന്യജീവികളെ, മൃഗങ്ങളെ വധിക്കാനുള്ള ഉത്തരവ് സംസ്ഥാനത്തിന്റെ വനം വകുപ്പിന് നിർദ്ദേശം നൽകാവുന്നതാണ് അത്യാവശ്യ ഘട്ടങ്ങളിൽ നിന്ന്. നിയമത്തിൽ തന്നെ അതുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ തീർച്ചയായിട്ടും നിയമത്തിൽ ഭേദഗതി വരുത്തേണ്ട ഒരു ആവശ്യമില്ല എന്നാണ് കേന്ദ്രമന്ത്രി പറഞ്ഞത്. സുർജിത്ത് അയ്യപ്പത്ത് വിവരങ്ങൾ നൽകുകയായിരുന്നു. ഇനി മറ്റൊരു വാർത്തയിലേക്കാണ്. തൃശൂർ പാലപ്പള്ളിയിൽ വീണ്ടും പുലി ഇറങ്ങിയെന്ന വാർത്ത വരുന്നു. എലിക്കോട് ആദിവാസി കോളനിക്ക് സമീപം തോട്ടത്തിൽ കെട്ടിയിരുന്ന പശുക്കിടാവിനെ പുലി കൊന്നു. വനം വകുപ്പ് അധികൃതർ സ്ഥലത്തെത്തി. പുലിയെ പിടികൂടാൻ കൂട് സ്ഥാപിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. സൂരജ് സജിയാണ് ചേരുന്നത് തൃശ്ശൂരിൽ നിന്ന് വിവരങ്ങളുമായി. സൂരജ്, അവിടെയും ഈ വയനാട്ടിലെ കാര്യം പറഞ്ഞതുപോലെ തന്നെയാണ് പല തവണകളായിട്ട് ഈ അതിരപ്പള്ളി ഭാഗത്തൊക്കെ തന്നെ വലിയ രീതിയിലുള്ള വന്യജീവികളുടെ ആക്രമണം. ഇതിപ്പോൾ പുലി തന്നെയാണ് പശുവിനെ കൊന്നത് എന്നതിന് തെളിവുണ്ടോ? നാട്ടുകാർ കണ്ടിട്ടുണ്ടോ പുലിയെ? എന്താണ് ഇപ്പോഴത്തെ ഒരു സാഹചര്യം? സ്മിത, കഴിഞ്ഞ ആഴ്ചകളിലും ഇതേ പ്രദേശത്തെ ഈ പുലി ഇറങ്ങിയിരുന്നു. തുടർന്ന് ഈ പശുക്കിടാവിനെ അടക്കം കൊല്ലുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇന്നും സമാനമായ ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. പാലപ്പള്ളിയിലെ എലിക്കോട് ആദിവാസി കോളനിക്ക് സമീപമാണ് ഇന്ന് പുലിയെ കണ്ടത്. വീടിന് പുറകിൽ കെട്ടിയിരുന്ന പശുക്കിടാവിനെ പുലി കടിച്ചു കൊന്നു. അതോടൊപ്പം ഇതിന്റെ പകുതി ശരീരഭാഗം ഭക്ഷിച്ച നിലയിലാണ് കണ്ടെത്തുന്നത്. രാവിലെയാണ് ഈ സംഭവം നടന്നത് എന്നുള്ളതാണ് നാട്ടുകാർ പറയുന്നത്. അതോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസം, അതായത് കഴിഞ്ഞ ആഴ്ചകളിലെല്ലാം തന്നെ എച്ചിപ്പാറ, കുണ്ടായി, വലിയകുളം തുടങ്ങിയ മേഖലകളിലെല്ലാം തന്നെ പുലി ഇറങ്ങി ഇത്തരത്തിൽ ഈ പശുക്കളെ ആക്രമിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. ഇതോടുകൂടി പ്രദേശവാസികൾ ഉന്നയിക്കുന്ന പ്രധാന ആവശ്യം എന്നുള്ളത് ഈ കൂട് സ്ഥാപിച്ച് പുലികളെ പിടികൂടുക എന്നുള്ളതാണ്. നേരത്തെയും, അതായത് കഴിഞ്ഞ ഏതാനും ആഴ്ചകളായിക്കൊണ്ട് തന്നെ ഈ പാലപ്പള്ളി മേഖലയിൽ ഈ കാട്ടാന ശല്യം രൂക്ഷമാണ്. പുറത്തിറങ്ങാൻ കഴിയാത്ത സ്ഥിതിയാണ്. പ്രത്യേകിച്ച് ഈ സന്ധ്യ നേരമൊക്കെ ആയി കഴിഞ്ഞാൽ വീടിനകത്ത് മാത്രം കഴിയേണ്ട അവസ്ഥയിലേക്ക് ആളുകൾ മാറുന്നു. തുടർച്ചയായി ആനക്കൂട്ടങ്ങൾ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങുന്നു. അങ്ങനെ ആനയെ കൊണ്ട് തന്നെ പൊറുതിമുട്ടിയിരിക്കുന്ന നാട്ടിലാണ് ഇപ്പോൾ ഈ പുലി ഇറങ്ങി നാശം വിതയ്ക്കുന്നത്. ഇതോടുകൂടി തങ്ങളുടെ ദുരിതം ഇരട്ടിയായിരിക്കുന്നു എന്നുള്ളതാണ് നാട്ടുകാർ പറയുന്നത്. എന്തായാലും പുലിയെ പിടികൂടിയാൽ മാത്രമാണ് ഇതിനൊരു ശാശ്വത പരിഹാരം ഉണ്ടാവുകയുള്ളൂ. കൂട് സ്ഥാപിച്ചുകൊണ്ട് പുലിയെ പിടികൂടുന്ന നടപടികളിലേക്ക് കടക്കണം എന്നുള്ളതാണ് പ്രദേശവാസികൾ ഉന്നയിക്കുന്ന പ്രധാന ആവശ്യം. സ്മിത, റൈറ്റ്. തൃശൂർ പാലപ്പള്ളിയിൽ വീണ്ടും പുലി ഇറങ്ങി. എലിക്കോട് ആദിവാസി കോളനിക്ക് സമീപം തോട്ടത്തിൽ കെട്ടിയിട്ടിരുന്ന പശുക്കിടാവിനെ പുലി കൊന്നു തിന്നുകയും ചെയ്തു. സൂരജ് സജിയാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്. പത്തനംതിട്ടയിലേക്കാണ്. അവിടെ വീണ്ടും കാട്ടാനയുടെ ആക്രമണമുണ്ടായി. തേക്കത്തോട് സ്വദേശി അജിയുടെ വീടാണ് കാട്ടാന തകർത്തത്. ഇന്ന് പുലർച്ചെയോടെയാണ് സംഭവം. ശ്രീജിത്ത് ശ്രീകുമാരൻ ചേരുന്നു പത്തനംതിട്ടയിൽ നിന്ന് വിവരങ്ങളുമായി. ശ്രീജിത്ത്, അവിടെ എന്താണ് ഇന്ന് സംഭവിച്ചത്?
ഈ തേക്കുതോട് മേഖലയിൽ സാധാരണ കാട്ടാന ഇറങ്ങുന്ന ഒരു പ്രദേശമല്ല. പക്ഷേ വനാതിർത്തിയോട് ചേർന്ന മേഖലയാണ്. തണ്ണിത്തോട്, തേക്കുതോട് എന്ന മേഖലയൊക്കെ വനാതിർത്തിയോട് ചേർന്ന മേഖല തന്നെയാണ്. പക്ഷേ സാധാരണ അങ്ങനെ കാട്ടാന ഇറങ്ങി ആളുകളെ ഉപദ്രവിക്കുകയോ അല്ലെങ്കിൽ വീടോ തകർക്കുകയോ ഒന്നും ചെയ്യുന്ന ഒരു പ്രദേശമല്ല ഈ മേഖല. എന്തായാലും ഇന്ന് പുലർച്ചയോടുകൂടിയാണ് ഒരൊറ്റ കൊമ്പൻ ഈ മേഖലയിലേക്ക് കടന്നു വന്നതെന്നാണ് നാട്ടുകാർ പറയുന്നത്. ഈ അജിയുടെ വീട്ടിൽ ആ സമയത്ത് പുലർച്ചെ ആ വീട്ടുകാരുണ്ടായിരുന്നു, ഉറങ്ങുകയായിരുന്നു ആ വീട്ടുകാർ. എന്തായാലും ആ ശബ്ദം കേട്ട് എല്ലാവരും പുറത്തേക്ക് ഇറങ്ങി. അതുകൊണ്ടാണ് ജീവൻ രക്ഷപ്പെട്ടത്. ഈ കാട്ടാന വീടിന് സമീപത്തെ, വീടിനോട് ചേർന്ന തൊഴുത്തും അതുപോലെ തന്നെ തൊട്ടടുത്ത് വീടിൻ്റെ അടുക്കള ഭാഗവും പൂർണ്ണമായി തകർത്ത നിലയിലാണുള്ളത്. ഇനി ആ വീട്ടിൽ കയറി താമസിക്കാൻ കഴിയില്ല എന്നാണ് പറയുന്നത്. എന്നാൽ വീട്ടുകാർ ഓടി മാറി. വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ ഉടൻ തന്നെ വിവരം അറിയിച്ചു. അവരും അല്പസമയത്തിനകം തന്നെ എത്തി. എന്തായാലും ആന അതിനുശേഷം കാട് കയറി പോയിട്ടുണ്ടായിരിക്കാമെന്നാണ് നിഗമനം. വനത്തിൽ വെള്ളമില്ലാത്തതിനാൽ ഈ മേഖലയിൽ നിന്ന് വെള്ളം കുടിക്കാൻ എത്തുന്ന കാട്ടാനകളാണ് എന്നാണ് നാട്ടുകാർ പറയുന്നത്. എന്തായാലും നാട്ടുകാർ ആകെ ഭയപ്പാടിലാണ്. അവർ പറയുന്നത് അടിയന്തരമായി വനംവകുപ്പ് ഇടപെടണം, കാട്ടാനയെ തുരത്താൻ ആവശ്യമായ നടപടി സ്വീകരിക്കണമെന്നാണ്. നിരവധി കുടുംബങ്ങൾ പാർക്കുന്ന ഒരു മേഖലയിൽ തന്നെയാണ് സമാനമായ രീതിയിൽ, മറ്റു മേഖലകളിലെ പോലെ തന്നെ സമാനമായ രീതിയിൽ ഒരു ആക്രമണം ഉണ്ടായിട്ടുള്ളത്. ഇനി മനുഷ്യൻ ശ്രീകുമാരനാണ് ഈ വാർത്തയുടെ വിവരങ്ങളുമായി ചേർന്നത്. ചൂട് കനക്കും തോറും വനാതിർത്തികളിലുള്ള പ്രദേശങ്ങളിലൊക്കെ തന്നെ ഈ വന്യജീവികളുടെ ആക്രമണം, അവ നാട്ടിലേക്ക്, ജനവാസ മേഖലയിലേക്ക് ഇറങ്ങി വരുന്നത് പതിവാകുന്നു. വലിയ ഭീതിയും ആശങ്കയും ഉണ്ടാക്കുന്നുണ്ട്. ബിജെപിയെ പ്രതിരോധത്തിലാക്കിയ പ്രചാരണ ഗാന വിവാദത്തിൽ സംസ്ഥാന IT സെൽ കൺവീനർ S ജയശങ്കറിനെതിരെ നടപടി വേണ്ടെന്ന് പ്രകാശ് ജാവ്ദേക്കർ. ഇത്തരം പിഴവുകൾ സാധാരണയാണെന്നും നടപടിയെടുക്കേണ്ടതില്ലെന്നും കേരളത്തിന്റെ ചുമതലയുള്ള പ്രഭാരി പ്രകാശ് ജാവ്ദേക്കർ പറഞ്ഞു. എക്സിലൂടെയായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം. അലക്സ് റാം മുഹമ്മദ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി. അലക്സ്, സംസ്ഥാനത്തെ നേതൃത്വത്തിന് ഒരു ആവശ്യം ഈ IT സെൽ കൺവീനറായ S ജയശങ്കറിനെ മാറ്റണം, ഇക്കാര്യത്തിൽ വീഴ്ചയുണ്ടായിട്ടുണ്ടെങ്കിൽ എന്നുള്ള രീതിയിലായിരുന്നു. പക്ഷേ കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്ന്, അല്ലെങ്കിൽ ജാവ്ദേക്കർ പറയുന്നു അതിന്റെ ആവശ്യമില്ല, അതൊരു സാധാരണ പിഴവ് വന്നു എന്നുള്ള രീതിയിൽ കണ്ടാൽ മതി എന്നാണോ? സ്മിത, സംസ്ഥാന നേതൃത്വം ഇപ്പോൾ നൽകുന്ന വിശദീകരണം അത് പ്രകാശ് ജാവ്ദേക്കറിന്റെ വ്യക്തിപരമായ അഭിപ്രായമായി മാത്രം കണ്ടാൽ മതി എന്നൊരു വിശദീകരണമാണ് സംസ്ഥാന നേതൃത്വം നൽകുന്നത്. കേന്ദ്ര നേതൃത്വത്തെ അവർ സമീപിച്ചിട്ടുണ്ട്. അതായത് BJPയുടെ സംസ്ഥാന IT സെൽ കൺവീനർക്കെതിരെ നടപടി ആവശ്യപ്പെട്ടാണ് സംസ്ഥാന നേതൃത്വം കേന്ദ്ര നേതൃത്വത്തെ സമീപിച്ചിട്ടുള്ളത്. ഇതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം, ഗുരുതരമായ പിഴവ് സംഭവിച്ചു ഈ പദയാത്രയോടനുബന്ധിച്ച്, കെ സുരേന്ദ്രൻ നയിക്കുന്ന കേരള പദയാത്രയോടനുബന്ധിച്ച് ഗുരുതരമായ പിഴവാണ്, വീഴ്ചയാണ് IT സെല്ലിന് സംഭവിച്ചതെന്നാണ് പാർട്ടി വിലയിരുത്തുന്നത്. വലിയ രീതിയിൽ അത് പാർട്ടിക്ക് കോട്ടമുണ്ടാക്കിയ ഒരു കാര്യമാണ്. വിശദീകരണവും IT സെൽ കൺവീനറോട് ചോദിച്ചിരുന്നു. നൽകിയ വിശദീകരണത്തിൽ പാർട്ടി സംസ്ഥാന നേതൃത്വം തൃപ്തരുമല്ല. അതിനാലാണ് ഇത്തരത്തിൽ ഒരു മേൽ നടപടിക്ക് പോകാൻ വേണ്ടി കേന്ദ്ര നേതൃത്വത്തെ സമീപിക്കുകയും ചെയ്തത്. പക്ഷേ ആ നടപടിയാണ് ഇപ്പോൾ ഈ സംസ്ഥാന നേതൃത്വത്തിൻ്റെ സംസ്ഥാന പ്രഭാരി കൂടിയായ, കേരളത്തിൻ്റെ ചുമതലയുള്ള പ്രഭാരി കൂടിയായ പ്രകാശ് ജാവ്ദേക്കർ എതിർക്കുന്നത്. അദ്ദേഹം ഇന്ന് ഇട്ട എക്സ്പോസ്റ്റിൽ അദ്ദേഹം വ്യക്തമാക്കുന്നത് അത്തരത്തിൽ ആർക്കെതിരെയും ഒരു നടപടിയും ഉണ്ടാകില്ല എന്ന് പ്രകാശ് ജാവ്ദേക്കർ വ്യക്തമാക്കുന്നുണ്ട്. സംഭവിച്ചത് പിഴവ് മാത്രമാണ്, അതൊരു ചെറിയ പിഴവ് മാത്രമാണ്, പൊന്നാനിയിലേതൊരു പ്രാദേശിക വീഴ്ച മാത്രമാണെന്ന് അദ്ദേഹം എക്സ്പോസ്റ്റിൽ പറയുന്നു. 2013 UPA സർക്കാരിനെതിരായ പ്രചാരണ ഗാനം അബദ്ധത്തിൽ പ്ലേ ആയതാണ് എന്നാണ് അദ്ദേഹം എക്സ്പോസ്റ്റിൽ വ്യക്തമാക്കുന്നത്. അതുമാത്രമല്ല, പോസ്റ്റ് അദ്ദേഹം മാധ്യമങ്ങളെ വിമർശിക്കുകയും ചെയ്യുന്നുണ്ട്. അദ്ദേഹം പറയുന്നത് ഇത്തരം പിഴവുകൾ പത്രങ്ങളിൽ നിത്യേന സംഭവിക്കുന്നുണ്ടെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. BJPക്കെതിരെ വാർത്ത നൽകുന്നതിന് മുമ്പ് യാഥാർത്ഥ്യം മനസ്സിലാക്കാൻ ശ്രമിക്കണം എന്നൊരു വിമർശനം കൂടി അദ്ദേഹം മാധ്യമങ്ങൾക്കെതിരെ ഉയർത്തുന്നുണ്ട്. സ്മിത, ശരി, അലക്സ് റാം മുഹമ്മദാണ് വിവരങ്ങളുമായി ചേർന്നത്. ഏതായാലും വലിയ തോതിലുള്ള പരിഹാസവും വിമർശനവും ഒക്കെ ഉണ്ടായിരുന്നു ഈ ഒരു വിവാദത്തിൽ. പക്ഷേ ഇപ്പോൾ സംസ്ഥാന നേതൃത്വത്തിൻ്റെ ഒരു ആവശ്യം, അത് അത്തരത്തിൽ ഒരു നടപടി IT സെൽ കൺവീനർക്ക് നേരെ ഉണ്ടാകേണ്ട ആവശ്യമില്ല, അതൊരു സാധാരണ സ്വാഭാവികമായി സംഭവിച്ചൊരു പിഴവ് മാത്രമാണെന്ന് പ്രകാശ് ജാവ്ദേക്കർ എക്സിലൂടെ പ്രതികരിച്ചിരിക്കുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് ഇനി ലൈവ് ന്യൂസ് പോകുന്നത്. സഭാ തർക്കം പരിഹരിക്കുന്നതിനുള്ള ചർച്ച് ബില്ല് കൊണ്ടുവരരുതെന്ന് മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെട്ടതായി ബസേലിയോസ് മാർത്തോമ മാത്യൂസ് കാതോലിക്ക ബാവ. ചർച്ച് ബില്ല് കൊണ്ടുവരാതെ സമവായത്തിലെത്താൻ കഴിയണം, ബില്ല് കൊണ്ടുവരുമെന്ന് മുഖ്യമന്ത്രി എവിടെയും പറഞ്ഞിട്ടില്ല എന്നും സമവായം എങ്ങനെ ഉണ്ടാക്കണമെന്നത് സംബന്ധിച്ച് നിലപാട് അറിയിച്ചിട്ടുണ്ടെന്നും കാതോലിക്ക ബാവ പറഞ്ഞു. നമുക്കതിന് പരാതിയൊന്നുമില്ല. അങ്ങനെ മുഖ്യമന്ത്രി ഒരു പ്രസ്താവന നടത്തിക്കൊണ്ടൊന്നും ഈ കാര്യങ്ങൾ നടപ്പാക്കുമെന്ന് നമുക്ക് വിചാരമില്ല. നേരത്തെ നമ്മളോട് പറഞ്ഞിരിക്കുന്ന ഒരു സമവായത്തിൽ കൂടെ സഭയിൽ സമാധാനം ഉണ്ടാകണം എന്നുള്ളതും അതിന് ബില്ലൊരു അനിവാര്യതയാണെന്നും അദ്ദേഹം പറഞ്ഞിട്ടില്ല. ബില്ല് ഉണ്ടാക്കുന്ന കാര്യത്തെക്കുറിച്ചൊക്കെ മറ്റു പലരും പറയുന്നുണ്ടെങ്കിലും ബില്ല് നാളെ ഉണ്ടാകുമെന്നോ ഇന്നുണ്ടാകുമെന്നോ അല്ലെങ്കിൽ അതുണ്ടാകുമെന്നോ ഒന്നും പറയുന്നില്ല. മാത്രമല്ല, LDF ഗവൺമെന്റിൽ ഉൾപ്പെട്ടിരിക്കുന്ന പല ആളുകളും ഞങ്ങളോട് ഈ പ്രസ്താവന കഴിഞ്ഞിട്ട് അത് ഒരു വിഷമസ്ഥിതി ഉണ്ടായി എന്ന് വിചാരിച്ചിട്ട് അവർ തന്നെ ഞങ്ങളോട് വന്ന് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ അതിനെക്കുറിച്ച് വറി ചെയ്യേണ്ട, മുഖ്യമന്ത്രി അങ്ങനെ പറഞ്ഞുവെങ്കിലും ഞങ്ങൾ മുഖ്യമന്ത്രിയോട് സംസാരിച്ചു, അങ്ങനെയുള്ളതായ സംഭവം ഒന്നും ഉടനെ ഉണ്ടാവില്ല, ഭയപ്പെടേണ്ട എന്ന് ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്.
വിവരങ്ങളുമായി ടോബി ജോൺസൺ ചേരുന്നുണ്ട്. ടോബി, ഇത്തരത്തിലൊരു പ്രസ്താവന അത് ഇപ്പോൾ സാധാരണ പോലെ പറഞ്ഞു പോയതാണ്. ചർച്ച് ബില്ലിനെ കുറിച്ച് കൂടുതൽ ഗൗരവമായി തീരുമാനം എടുത്തിട്ടില്ല. മുഖ്യമന്ത്രിയുടെ ഒരു പ്രസ്താവന, അതിൽ ആ രീതിയിൽ ഒന്നും ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യമില്ല എന്നാണോ ഇപ്പോൾ കാതോലിക ബാവ പറഞ്ഞത്? തീർച്ചയായിട്ടും ഇത് എടുത്തു പറയേണ്ട ഒരു കാര്യം, കഴിഞ്ഞ ദിവസം, അതായത് ഏതാനും ദിവസങ്ങൾക്ക് മുൻപാണ് ഓർത്തഡോക്സ് സഭ അതിരൂക്ഷമായ രീതിയിൽ മുഖ്യമന്ത്രിയെ വിമർശിച്ചത്. അത് യാക്കോബായ വിഭാഗത്തിന്റെ പരിപാടിയിൽ പങ്കെടുക്കുകയും ചില പ്രസ്താവനകൾ നടത്തുകയും ചെയ്തതിനായിരുന്നു രൂക്ഷമായിട്ടുള്ളൊരു വിമർശനം ഉണ്ടായത്. എന്തായാലും അതിൽ നിന്നും ഇപ്പോൾ പിന്നോട്ട് പോയിരിക്കുന്നു. ഇതിന്റെ എടുത്തു പറയേണ്ട കാര്യം, വീണ ജോർജ് അടക്കമുള്ള ആളുകൾ, CPM നേതാക്കൾ സഭയുമായി നടത്തിയ ആ ഒരു ചർച്ച മുഖ്യമന്ത്രിയുമായി ടോബി ജോൺസണാണ് കോട്ടയത്ത് നിന്ന് വിവരങ്ങൾ നൽകുന്നത്. ശരിയ സാങ്കേതിക തകരാറുണ്ട് ശബ്ദത്തിൽ. സഭാ തർക്കം പരിഹരിക്കുന്നതിനുള്ള ചർച്ച് ബില്ല് കൊണ്ടുവരരുതെന്ന് മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെട്ടതായി ബസിലിയോസ് മാർത്തോമാ മാത്യൂസ് തൃതീയൻ കാതോലിക ബാവ പറയുന്നു. ചർച്ച് ബില്ല് കൊണ്ടുവരാതെ തന്നെ സമായത്തിലെത്താൻ കഴിയണം, അതാണ് പ്രതീക്ഷയെന്നും ആഗ്രഹമെന്നും അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്തു. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക്. സംസ്ഥാനത്ത് ചൂട് കടുക്കുന്നു. ഇന്നും നാളെയും കൊല്ലം ജില്ലയിൽ ഏറ്റവും ഉയർന്ന താപനിലയായ 37 ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തും. ആലപ്പുഴ, കോട്ടയം, തൃശൂർ, പാലക്കാട്, കോഴിക്കോട് ജില്ലകളിൽ ഉയർന്ന താപനില 36 ഡിഗ്രി സെൽഷ്യസ് വരെയും ഉണ്ടാകുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ഇപ്പോൾ അറിയിക്കുന്നത്. അലക്സ് റാം മുഹമ്മദ് ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. അലക്സ്, ചൂട് കൊടും ചൂടിലേക്കാണ് പോകുന്നത്. നമുക്കറിയാം ഈ ചൂടത്ത് നിന്ന് പണിയെടുക്കുന്നവരുടെ ഒരു അവസ്ഥയൊക്കെ. എന്തെല്ലാം കാര്യങ്ങളാണ് ഇപ്പോൾ മുന്നറിയിപ്പായി പറഞ്ഞിട്ടുള്ളത്? തീർച്ചയായും സ്മിത, സംസ്ഥാനം കടുത്ത ചൂടിലേക്ക് പോകുന്നു, ചുട്ടുപൊള്ളും അടുത്ത ദിവസങ്ങളിലും എന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പറയുന്നത്. ഇന്നും നാളെയും സംസ്ഥാനത്ത് വിവിധ ജില്ലകളിൽ 6ഓളം ജില്ലകളിൽ താപനില ഉയരാനുള്ള സാധ്യത കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പ്രവചിക്കുന്നുണ്ട്. അത്തരം ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട്. കൊല്ലം, ആലപ്പുഴ, കോട്ടയം, തൃശൂർ, പാലക്കാട്, കോഴിക്കോട് ജില്ലകളിലാണ് ഉയർന്ന താപനില മുന്നറിയിപ്പ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകിയിട്ടുള്ളത്. അതിൽ കൊല്ലം ജില്ലയിൽ ഉയർന്ന താപനില 37 ഡിഗ്രി സെൽഷ്യസ് വരെയും, ആലപ്പുഴ, കോട്ടയം, തൃശൂർ, പാലക്കാട്, കോഴിക്കോട് ജില്ലകളിൽ കൂടിയ താപനില 36 ഡിഗ്രി സെൽഷ്യസ് വരെയും വർദ്ധിക്കാൻ സാധ്യതയുണ്ടെന്ന് പറയുന്നു. ഈ ജില്ലകളിൽ സാധാരണയേക്കാൾ 2 മുതൽ 3 ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയരാനുള്ള സാധ്യതയാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പ്രവചിക്കുന്നത്. അതായത് പൊള്ളുന്ന ചൂടായിരിക്കും. രേഖപ്പെടുത്തുന്നത് 36 ഡിഗ്രി സെൽഷ്യസോ 37 ഡിഗ്രി സെൽഷ്യസോ ആണെങ്കിൽ പോലും അനുഭവേദ്യമാകുന്ന ചൂട് 2 മുതൽ 5 ഡിഗ്രി സെൽഷ്യസ് വരെ കൂടുതലായിരിക്കും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ ഉയർന്ന ചൂടിൻ്റെ പശ്ചാത്തലത്തിൽ സൂര്യാഘാതം, സൂര്യതപം, നിർജ്ജലീകരണം തുടങ്ങിയ നിരവധിയായ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പും സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയും പറയുന്നുണ്ട്. അതിനാൽ ദുരന്ത നിവാരണ അതോറിറ്റി പുറപ്പെടുവിച്ചിട്ടുള്ള വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട് അല്ലേ അലക്സ്? ജാഗ്രതയോടെ ഇരിക്കണം. കൊടും ചൂടാണ് വരാനിരിക്കുന്നത്. കടുത്ത ചൂടിൽ അത്യാവശ്യം ജാഗ്രത പാലിച്ചാൽ വെള്ളം നന്നായി കുടിക്കുക, നിർജ്ജലീകരണം ഒഴിവാക്കുക, അങ്ങനെ വലിയ മുന്നറിയിപ്പുകളുണ്ട്. അതൊക്കെ തന്നെ പാലിച്ചു തന്നെ വലിയ പ്രശ്നങ്ങളിലേക്ക് പോകാതെ നമുക്ക് മുന്നോട്ട് പോകാം. മലപ്പുറത്ത് നിന്ന് എടവണ്ണപ്പാറയിൽ കാണാതായ പെൺകുട്ടിയുടെ മൃതദേഹം പുഴയിൽ കണ്ടെത്തിയ സംഭവത്തിൽ ദുരൂഹത ആരോപിച്ച് ദൃക്സാക്ഷി. മൃതദേഹത്തിൽ വസ്ത്രങ്ങൾ ഉണ്ടായിരുന്നില്ല. പുഴയിൽ ചാടി ആത്മഹത്യ ചെയ്തെങ്കിൽ മൃതദേഹം പൊങ്ങാനുള്ള സമയമായില്ല എന്നും അയൽവാസി ജുവൈരിയ പറഞ്ഞു. അവള് ഒരു 5:45 സമയത്തൊക്കെ ഇതിലൂടെ പോകുന്നതായിട്ട് എല്ലാവരും പോവാറുണ്ട്. അതേപോലെ പോവാന്ന് വിചാരിച്ചു. ബോഡി ഏകദേശം 7:15-7:30 ആയ ഒരു സമയത്താണ് ബോഡി കാണുന്നത്. വേറെ എന്തെങ്കിലും സംശയിക്കാന്ന് വെച്ചാൽ കുട്ടിക്ക് മെൻ്റലി ഡിപ്രസ്ഡ് ആയിരുന്നു എന്നുള്ളത് വീട്ടുകാർ പറയുന്നുണ്ട്. പക്ഷേ എന്താ പറയുക, ബോഡി പൊങ്ങാനുള്ളൊരു സമയം 24 മണിക്കൂർ ആയിട്ടില്ല. പിന്നെ പോരാത്തതിന് കുട്ടീൻ്റെ ശരീരത്തിൽ മുകളിലിട്ട വസ്ത്രം ഇല്ലായിരുന്നു എന്നുള്ളതൊക്കെ ഒരു സംശയത്തിനുള്ളൊരു ഇടവരുത്തുന്ന പോലൊരു ചർച്ച വരുന്നുണ്ട്. സമീർ ബിൻ കരീമാണ് വിവരങ്ങളുമായി ചേരുന്നത്. സമീർ, അവർ പറഞ്ഞതുപോലെ തന്നെ ഈ കുട്ടിയുടെ മൃതദേഹത്തിൽ വസ്ത്രങ്ങൾ ഉണ്ടായിരുന്നില്ല. അതുപോലെ ഈ സമയം, ഒരു പുഴയിൽ മുങ്ങി മരിക്കുകയാണെങ്കിൽ മൃതദേഹം കണ്ടെത്താനുള്ള ഒരു സമയം അത്ര സമയമായിട്ടില്ല എന്നുള്ള സംശയങ്ങളൊക്കെ തന്നെ ഉന്നയിക്കുന്നു. എന്താണ് കൂടുതൽ വിവരങ്ങൾ? അവിടെ പ്രദേശവാസികൾക്കൊക്കെ അത്തരത്തിലുള്ള പരാതികൾ ഉണ്ടോ? കൂടുതൽ വിവരങ്ങൾ ലഭിക്കുന്നുണ്ടോ ഇപ്പോൾ നമുക്ക്? സ്മിത, ഈ 17-കാരിയുടെ മരണവുമായി ബന്ധപ്പെട്ട നിലവിൽ ബന്ധുക്കളും നാട്ടുകാരുമാണ് ഇത്തരത്തിൽ ഒരു ആരോപണം ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. അവർ പറയുന്നത് വൈകുന്നേരം 6 മണി സമയത്ത് ഈ പെൺകുട്ടി ഈ ഭാഗത്തേക്ക് പോകുന്നതായി കണ്ട ദൃക്സാക്ഷിയാണ് നമ്മോട് സംസാരിച്ചത്. അവർ പറയുന്നത് 6 മണി സമയത്ത് ഈ ഭാഗത്തേക്ക് പോകുകയും ഏതാണ്ട് 7:15 കൂടി തന്നെ ഈ കുട്ടിയുടെ മൃതദേഹം പുഴയിൽ പൊങ്ങിയ നിലയിൽ കാണപ്പെടുകയും ചെയ്തു എന്നുള്ളതാണ്. അതായത് ഇത്ര ചുരുങ്ങിയ സമയം കൊണ്ട് എങ്ങനെ മൃതദേഹം പൊങ്ങിയുള്ളൊരു സംശയമാണ് അവർ ചോദിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ കുട്ടിയുടെ കുട്ടിയുടെ ശരീരത്തിൽ വസ്ത്രവും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് ഈ യുവതി
വളരെ കൃത്യമായി തന്നെ പറയുന്നത്. അങ്ങനെയെങ്കിൽ ഇതൊരു കൊലപാതകമാണ് എന്നുള്ളൊരു ആരോപണമാണ് ദൃക്സാക്ഷികൾ ഉന്നയിക്കുന്നത്. അതോടൊപ്പം തന്നെ ബന്ധുക്കളുടെ പരാതിയും ഇത് തന്നെയാണ്. ഈ കുട്ടി ഒരിക്കലും ആത്മഹത്യ ചെയ്യുന്ന തരത്തിലുള്ള ഒരു കുട്ടിയല്ല. കാരണം കുട്ടി അത്യാവശ്യം ബോൾഡായിരുന്നു. അതോടൊപ്പം തന്നെ കുട്ടിക്ക് ഇതുമായി ബന്ധപ്പെട്ട വിദ്യാഭ്യാസവും ഒക്കെ തന്നെയുള്ള വളരെ കാര്യക്ഷമമായി ഒരു കുട്ടി കൂടിയാണ്. ഈ ഒരു കുട്ടി ഒരിക്കലും ആത്മഹത്യ ചെയ്യില്ല എന്നുള്ളത് തന്നെയാണ് ഈ ബന്ധുക്കളും ഒപ്പം തന്നെ ഉന്നയിക്കുന്നത്. ഈ ഒരു ഘട്ടത്തിൽ ഇത്തരത്തിലുള്ള അന്വേഷണം നടക്കുന്നുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കഴിഞ്ഞ തിങ്കളാഴ്ച സമീർ ബിൻ കരീമാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. കുട്ടിയുടെ മരണത്തിൽ ദുരൂഹതയുണ്ടെന്നും അന്വേഷണം നടത്തണമെന്നും ബന്ധുക്കൾ ആരോപിക്കുന്നു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാവുകയാണ്.